ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പിസ്സ ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം 1 കപ്പ് മൈദയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ മാവ് ഒന്ന് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് കട്ടിംഗ് ബോർഡിലൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് മാവ് നല്ല രീതിയിൽ നമ്മൾ കുറേ ടൈം എടുത്ത് കുഴച്ചാലാണ് അത് നന്നായി വരുള്ളൂ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 1.5 മണിക്കൂറാണ് കേട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇനി പിസ്സയിലേക്ക് വേണ്ട ചിക്കനിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ചില്ലി സോസും സോയ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ല ഡീപ്പ് ഫ്രൈ ആയി പോകണമെന്നില്ല കേട്ടോ, കാരണം നമ്മളിത് എയർ ഫ്രയറിൽ വെക്കാനുള്ളതാണ്. 1.5 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിയപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനൊന്ന് പിസ്സയുടെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് എയർ ഫ്രയറിൻ്റെ വെക്കേണ്ടതാണല്ലോ. പിന്നെ അതിൻ്റെ അരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് പിസ്സ സോസാണ് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് അധികം മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ബ്ലാക്ക് സോൾട്ടഡ് ഒലിവ്, പിന്നെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത അനിയൻസും ക്യാപ്സിക്കുമാണ് വെച്ച് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് പീസ് നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ അതിൻ്റെ മുകളിലും കുറച്ചധികം മോസറല്ല ചീസ് ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷേ ബാക്കി വീഡിയോസിലൊക്കെ കാണുമ്പോൾ അത് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. എൻ്റെ എന്തോ ലാസ്റ്റ് അത് പ്രോപ്പറായി വന്നില്ല. അത് ഞങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ എൻ്റെ പിസ്സ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 10 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് വെച്ച് കൊടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴത്തേനും എൻ്റെ പിസ്സ ഇങ്ങനെയായിരുന്നു കാണാൻ. മീൻസ് മുകളിലിട്ട മോസറല്ല ചീസിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിരുന്നു. അതെനിക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. പക്ഷെ ഭംഗിയില്ലാത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കട്ട് ചെയ്തത് ഇതേപോലെ പീസാക്കി ലാസ്റ്റ് എടുത്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ, എക്സാക്ട്ലി നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പിസ്സയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടി. അപ്പം സക്സസ് ആയി.